തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വിജയിച്ചെടുക്കാൻ വേണ്ടിയും സീറ്റുകൾ പോകാതിരിക്കാനും ബി ജെ പിക്ക് എതിരെയുള്ള ഒരു രീതിയിലേക്ക്, അതായത് ബി ജെ പി വിരുദ്ധത കൃത്യമായി സ്ഫുരിക്കുന്നിടത്ത് ന്യൂനപക്ഷ വോട്ടുകൾ സ്വാംശീകരിക്കാനൊക്കെ തന്നെ തീവ്രമായി അവർ ശ്രമിക്കുന്നത് എങ്ങനെയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായി പോക്കറ്റിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി തൃണമൂൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ബുദ്ധി അത് ചെലവാവുകയില്ല എന്നുള്ളത് അധീർ രഞ്ജൻ ചൗധരി ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. 42 സീറ്റുകളിൽ ഇത്തവണ ബംഗാളിൽ 10-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കും. കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് 10-ൽ കൂടുതൽ സീറ്റുകൾ കാണും. അത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്നാണ് അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബംഗാളിലെ തെരുവോരങ്ങളിലൂടെ നടന്നുപോയപ്പോൾ അദ്ദേഹത്തിനെ അനുഗമിച്ചവർ നിരവധിയാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പോലും ചിലർ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ എത്തിയിരുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മഹുവ മൊയ്ത്ര കൃഷ്ണനഗർ സ്ഥാനാർത്ഥിയാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ മഹുവ മൊയ്ത്രയോട് അടുപ്പമുള്ളവർക്ക് പലർക്കും കോൺഗ്രസിനോടും അതിശക്തമായ അടുപ്പമുണ്ട്. കാരണമുണ്ട്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു മഹുവ മൊയ്ത്ര. എന്നാൽ റീജിയണൽ പൊളിറ്റിക്സ്, ബംഗാളിലെ പൊളിറ്റിക്സിൽ തൃണമൂൽ കോൺഗ്രസിന് പ്രസക്തി ഉള്ളത് കൊണ്ട് മാത്രം അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയതാണ്. പണ്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മഹുവ മൊയ്ത്ര തിരികെ കോൺഗ്രസിലേക്ക് വരാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇടയ്ക്ക് വെച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിരുന്നു, സംസാരമുണ്ടായിരുന്നു. എന്നാൽ സമയത്ത് ആ രീതിയിലേക്കൊന്നും നടന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ബി ജെ പിയോട് പൊരുതി ജയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് ഉടനീളം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബി ജെ പിയെ വളർത്തിവിട്ടതിൽ തൃണമൂൽ കോൺഗ്രസിന് കാതലായ പങ്കുണ്ട്. ബി ജെ പി കൃത്യമായും തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വോട്ട് തേടിയാണ് അവിടെ വലിയ തോതിൽ മുന്നേറ്റം നടത്തിയത്. അല്ലാതെ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള കഴിവോ വർഗീയ ധ്രുവീകരണമോ ഒന്നുമല്ല. ബംഗാളിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി അവിടെ മുന്നേറാനുള്ള കാരണമൊരുക്കിയത് തന്നെ തൃണമൂൽ കോൺഗ്രസ്സാണ്. ആ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പുതിയ അടവുമായി എത്തിയാലൊന്നും ആളുകൾ അംഗീകരിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ കോൺഗ്രസിന് അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞത്, ഞങ്ങളാണ് ഇവിടെ ബി ജെ പി എതിർക്കുന്നത്, ദേശീയ തലത്തിൽ എതിർക്കുന്നത്. ഒരു പ്രാദേശിക പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയുമില്ല